പങ്കാളികളായിട്ടുള്ളവരാണല്ലോ. നമ്മുടെ ഓരോ പ്രവർത്തകന്മാരും കഷ്ടപ്പെട്ടിട്ടല്ലേ വോട്ട് ചേർത്തിട്ടുള്ളത്. ആ സമയത്ത് കോൺഗ്രസുകാരും CPM-കാരും ഉറങ്ങിയതിന് നമ്മളെന്ത് പഠിച്ചു? നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ കഷ്ടപ്പെട്ട് വോട്ടപ്പെട്ടെങ്കിൽ പേര് ചേർക്കുന്ന സമയത്ത് അവരുറങ്ങി. നമ്മൾ പേര് ചേർക്കുന്നവരും അവർക്കറിയില്ലായിരുന്നു. നാം 10-60,000 വോട്ട് ചേർത്തു. 75,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു. CPM-ഉം കോൺഗ്രസും വോട്ട് ചേർത്തില്ല, അതുകൊണ്ട് അവർ തോറ്റു. അതിന് പരാതിപ്പെട്ടിട്ടെന്താ കാര്യം? അതിന് പരിഭവം പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പൊ അതുകൊണ്ട് ബോധപൂർവം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പിനെയും ഒക്കെ അപമാനിക്കാനും അവഹേളിക്കാനും വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. അത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ നേരിട്ട് ഏറ്റുമുട്ടി എതിർക്കാൻ സാധിക്കില്ല എന്ന് തോന്നരുത് കൊണ്ടാണ്. നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും CPM ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒരാരോപണവും ക്ലച്ച് പിടിക്കുന്നില്ല, ജനം അംഗീകരിക്കുന്നില്ല. ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ജനങ്ങളെല്ലാവരും BJPക്ക് വോട്ട് ചെയ്യുകയാണ്. അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് BJP ജയിക്കുന്നത്. ഈ നട്ടാൽ കളർക്കാത്ത നുണ പ്രചരിപ്പിച്ചിട്ട് ജനത്തിന് വിശ്വസിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പുതിയ പുതിയ കളവുകൾ, പുതിയ പുതിയ നുണകൾ, പുതിയ പുതിയ അപവാദ പ്രചരണങ്ങൾ കൊണ്ടുവരികയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹത്തിന് രാജ്യത്തിലെ ഒരു സംവിധാനത്തിലും അദ്ദേഹത്തിന് വിശ്വാസമില്ല. അദ്ദേഹത്തിന് സൈന്യത്തെ വിശ്വാസമില്ല, അദ്ദേഹത്തിന് പാർലമെന്റിനെ വിശ്വാസമില്ല, അദ്ദേഹത്തിന് കോടതിയെ വിശ്വാസമില്ല, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ല. അദ്ദേഹത്തിന് ആകെ വിശ്വാസം അദ്ദേഹത്തിന്റെ നിഴലിന് മാത്രമാണ്. അങ്ങനെ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിലെ സംവിധാനത്തെ വിശ്വസിക്കണ്ടേ? പക്ഷെ രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമില്ല. നമ്മുടെ 3 സേനാ മേധാവിമാർ ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ രാജ്യത്തിന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമില്ല. രാഹുൽ ഗാന്ധി പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എത്ര വിമാനം തകർന്നു. തകർന്നില്ല എന്ന് രാജ്യത്തിലെ സേനാ മേധാവികൾ പറയുമ്പോ അത് വിശ്വസിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല. രാഹുൽ ഗാന്ധി പറയുന്നു, ഈ രാജ്യത്തിന്റെ പ്രദേശം ചൈന കയ്യേറിയിട്ടുണ്ട്. ഗവൺമെന്റ് പാർലമെന്റിൽ പറഞ്ഞു, ആധികാരികമായി പറഞ്ഞു, അങ്ങനെ 1 ഇഞ്ച് പോലും കയ്യേറിയിട്ടില്ല. കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന ഈ വിവരം കിട്ടിയത്? ഉത്തരവില്ല. അപ്പൊ ആവർത്തിച്ച് കളവ് പ്രചരിപ്പിക്കുക, നുണ പ്രചരിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിനൊരു സമീപനമാണ്. അതെന്തുകൊണ്ടാണ്? നേരിട്ട് ഏറ്റുമുട്ടാൻ, നരേന്ദ്രമോദി ഗവൺമെന്റിനെ നേരിട്ട് ഏറ്റുമുട്ടാൻ, ഈ സർക്കാരിനെ നേരിട്ട് വിമർശിക്കാൻ, സത്യസന്ധമായ വിമർശനം നടത്താൻ, സർക്കാരിന്റെ നയങ്ങളെയും പരിപാടികളെയും വിമർശിക്കാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ സാധിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് ജനം വിശ്വസിക്കുന്നില്ല. ഗവൺമെന്റ് ഒരു ഭാഗത്ത് 11 വർഷം പൂർത്തിയാക്കി. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസനം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവുകയാണ്. ആ വികസനം ജനങ്ങൾ നേരിട്ട് കാണുകയാണ്. അത് കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ ചെയ്യുമ്പോൾ PR ഏജൻസി മുഖാന്തരം പരസ്യം നടത്തിയിട്ടല്ല. ജനത്തിന് ഓരോ പ്രവർത്തനവും ഓരോ വികസനവും ബോധ്യമാവുകയാണ്. നമുക്കൊരു PR ടീമിന്റെയും ആവശ്യം നരേന്ദ്രമോദി ഗവൺമെന്റിനില്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് ഏറ്റവും വലിയ PR ടീം ഏതാണ്? 11 കൊല്ലമായി ഈ സർക്കാരിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനത്തിന്റെ പ്രയോജനം ലഭിച്ച കോടിക്കണക്കിന് വരുന്ന ഗുണഭോക്താക്കളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ PR ടീം. അവരാണ് ഈ സർക്കാരിന് വേണ്ടി പ്രചരണം നടത്തുന്നത്. രാജ്യത്തിലെ 82 കോടിയോളം വരുന്ന ആളുകൾക്ക് കഴിഞ്ഞ 6 വർഷമായി ഈ ഗവൺമെന്റ് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുകയാണ്. ആ 82 കോടി ആളുകളാണ് രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് ആഹാരം തരുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് എന്ന് അവർ പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കള്ളം ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഈ രാജ്യത്തിലെ 10.5 കോടി ആളുകൾക്ക് കിടക്കാൻ കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുത്ത ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. കയറിക്കിടക്കാൻ കൂരയില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരായ തെരുവോരങ്ങൾ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, അവർക്ക് കിടക്കാൻ ഒരു കൂരയുണ്ടാകുമ്പോ സ്വന്തമായി വീട് കെട്ടിയ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് കെട്ടിയിട്ടുള്ള 10 കോടിയിലേറെ വരുന്ന ആളുകൾ, അവരാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവർ സ്വയം അനുഭവം സാക്ഷ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ കള്ളം ജനം വിശ്വസിക്കുക? ഈ 10 കോടി ആളുകളോട് രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? രാജ്യത്തിലെ 9.5 കോടി ആളുകൾക്ക് ശൗചാലയങ്ങൾ സൗജന്യമായി നിർമ്മിച്ചു കൊടുത്തു ഈ ഗവൺമെന്റ്.
ആ 9.5 കോടി ആളുകളുടെ മുമ്പിൽ രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? രാജ്യത്തിലെ 12 കോടി ആളുകൾക്ക് കുടിക്കാൻ കുടിവെള്ളം എത്തിച്ചു കൊടുത്തു ഗവൺമെന്റ്. ആ ആളുകളോട് രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഇങ്ങനെ ഓരോ രംഗത്തുമുണ്ട്. ഓരോ മേഖലയിലും സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ പ്രയോജനം കിട്ടിയവർ അവരാണ് ഈ സർക്കാരിന്റെ പ്രചരണം നടത്തുന്നത്. അതുകൊണ്ടാണ് ജനം BJPക്ക് വോട്ട് ചെയ്യുന്നത്, നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നത്. അതിൽ അസൂയപ്പെടുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനത്തെ അതുമായി കോമ്പറ്റ് ചെയ്യാൻ, അതുമായിട്ട് മത്സരിക്കുവാൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ സാധിക്കുന്നില്ല. രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ആത്മവിശ്വാസമുണ്ട്, ആത്മാഭിമാനമുണ്ട്. ആളുകളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുകയാണ്. ലോകത്തിലെ ഒരു രാജ്യത്തിനും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലേക്ക് വരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായി നിങ്ങൾ എല്ലാവരും വാർത്തയിൽ കണ്ടിരിക്കും. എന്താണ്? അമേരിക്ക ഈ രാജ്യത്തിനെതിരായിട്ട് ഇറക്കുമതി ചുങ്കം ചുമത്തി, 50% ചുങ്കം ചുമത്തി. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ, അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ, ആ സാധനങ്ങൾക്ക് അധികമായി നികുതി ചുമത്തുകയാണ്. അതിലൂടെ രാജ്യത്തിലെ കയറ്റുമതി ഇല്ലാതാക്കാം. കയറ്റുമതി ഇല്ലാതാകുമ്പോൾ രാജ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കും. അങ്ങനെ ഈ രാജ്യത്തെ വലിഞ്ഞു മുറുക്കാനുള്ള പരിശ്രമമാണ്. എന്തിനാണ് അമേരിക്ക അങ്ങനെ ചെയ്യുന്നത്? അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുമായിട്ടാണ് മത്സരിക്കുന്നത്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട് ഈ രാജ്യം ഒന്നാമതെത്തും എന്നിപ്പോഴാണ് അമേരിക്കക്കും ട്രംപിനും ബോധ്യമാകുന്നത്. 2014 നാം അധികാരത്തിൽ വരുമ്പോൾ ലോകത്തിലെ 11ാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്നു നമ്മൾ. 10 വർഷം കൊണ്ട് നമ്മൾ 11 നിന്ന് ഇന്ന് 4ാം സ്ഥാനമാണ്. അന്താരാഷ്ട്ര നാണയനിധി സാക്ഷ്യപ്പെടുത്തുന്നത് 2027 ആകുമ്പോഴേക്കും നമ്മൾ 3ാം സ്ഥാനമാകും. 2030 ആകുമ്പോഴേക്ക് നാം ചൈനയുമായി മത്സരിച്ചുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് എത്തും. അപ്പോഴാണ് അമേരിക്കക്ക് വേവലാതിയും വെപ്രാളവും തുടങ്ങിയത്. കാരണം ചൈനയെ കൂടി നാം മറികടക്കാൻ തയ്യാറായാൽ പിന്നെ മത്സരം ആരുമായിട്ടാണ്? മത്സരം അമേരിക്കയുമായിട്ടാണ്. അങ്ങനെ അമേരിക്കയുമായി മത്സരിക്കുമ്പോൾ ഈ രാജ്യം അമേരിക്കയേക്കാൾ മേലെയുള്ള സാമ്പത്തിക ശക്തിയായിട്ട് മാറുമ്പോൾ നാം ഇപ്പോ 5 ട്രില്യൺ എക്കണോമിയാണ്. 2 വർഷം കൊണ്ട് അതൊരു 10 ട്രില്യൺ എക്കണോമിയായിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അമേരിക്കയും നമ്മളും തമ്മിലുള്ള മുഖാമുഖമായിട്ടുള്ള മത്സരം ഉണ്ടാകും. അങ്ങനെ വരുമ്പോ ഇന്ത്യയുടെ കീഴിൽ ഒരു പുതിയ ശാക്തിക ചേരി രൂപം കൊള്ളും. ഇപ്പൊ തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അമേരിക്ക വേണ്ട, ഇന്ത്യ മതി എന്ന് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിനിടയിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ പ്രസിഡന്റിന്റെ പ്രസ്താവന കേരളത്തിന്റെ എല്ലാ മാധ്യമങ്ങളിലും വന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് അമേരിക്കയോട് സംസാരിക്കണ്ട, എനിക്ക് മോഡിയോട് സംസാരിച്ചാൽ മതി. എനിക്ക് ട്രംപിനോട് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് മോഡിയോട് സംസാരിക്കാനേ താല്പര്യമുള്ളൂ. അതൊരു ട്രെൻഡായിട്ട് വളരുകയാണ് ലോകത്തിൽ. ലോക പോലീസായിട്ടുള്ള, ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തിയാണെന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ട്രംപിനേക്കാൾ ലോകത്തിന് സ്വീകാര്യനായിട്ടുള്ള വ്യക്തി നരേന്ദ്രമോദിയാണ് എന്ന് ലോകം അംഗീകരിക്കുകയും പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഈ ഇറക്കുമതി ചുങ്കം ചുമത്തി ഇന്ത്യയെ വരിഞ്ഞു കെട്ടിക്കളയാം എന്ന് അമേരിക്ക വിചാരിച്ചത്. അതാണ് ചുമത്തുന്നത്. നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം എന്താണ്? ഗവൺമെന്റ് പറഞ്ഞത്, നരേന്ദ്രമോദി ഗവൺമെന്റ് പറഞ്ഞത്, എന്തെല്ലാം സംഭവിച്ചാലും ഈ രാജ്യം ലോകത്തിൽ ഒരു രാജ്യത്തിന് മുമ്പിൽ തലകുനിക്കാനോ മുട്ടുമടക്കാനോ പോകുന്നില്ല എന്ന് ആർജവത്വത്തോടുകൂടി പറയാൻ ഇന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് സാധിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ 7 പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കുന്നത്? നമുക്കിന്ന് ആത്മവിശ്വാസമുണ്ട്. നമുക്ക് സ്വന്തം കാൽ നിൽക്കാൻ സാധിക്കും. 10 കൊല്ലക്കാലമായി നാം സ്വീകരിക്കുന്ന, നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന രാജ്യമായി അമേരിക്കയോ ചൈനയോ ലോകത്തിലെ ഏത് രാജ്യവും നമുക്കെതിരായിട്ട് പടപ്പുറപ്പാട് നടത്തിയാലും അതിനെയെല്ലാം വെല്ലുവിളിക്കാനും പ്രതിരോധിക്കാനും സാധിക്കുന്ന സൈനിക ശക്തി ഇന്ന് ഈ രാജ്യത്തുണ്ട്. സാമ്പത്തിക ശക്തി ഈ രാജ്യത്തിനുണ്ട്.
ജനങ്ങളുടെ ശക്തി ഈ രാജ്യത്തിനുണ്ട്. അതുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് 10 കൊല്ലക്കാലത്തെ ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടത്തെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കോൺഗ്രസും CPM ഒക്കെ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂറുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ചിട്ടുള്ള സംഭവമാണ്. എത്രമാത്രം ആത്മവിശ്വാസവും ആത്മാഭിമാനവുമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ നൽകിയിട്ടുള്ളത്. 3-4 ദിവസക്കാലം ആളുകൾ ടിവിയുടെ മുന്നിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ. ക്രിക്കറ്റ് മാച്ച് കാണും പോലെ 10 മണിക്കും 12 മണിക്കും 1 മണിക്കും ഒക്കെ ടിവിയുടെ മുമ്പിലാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി. ഈ രാജ്യത്തിന്റെ ഓരോ വിജയവും എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ലോകമാസകലം എഴുന്നേറ്റ് കൈയടിച്ചില്ല. ലോകത്തിൽ അമ്പരപ്പുണ്ടായില്ല. പഹൽഗാമിൽ ഈ രാജ്യത്തിന്റെ 26ഓളം വരുന്ന സഹോദരന്മാരെ പാക് ഭീകരവാദികൾ കൊലപ്പെടുത്തിയപ്പോൾ, നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ചപ്പോൾ അതിന് കണക്ക് ചോദിക്കുമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. ബീഹാറില് റാലിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി അവിടെ വെച്ച് പറഞ്ഞു, ഭീകരവാദികൾ സ്വപ്നം പോലും കാണാത്ത തിരിച്ചടിയായിരിക്കും അവർക്കുണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആ പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം പ്രവർത്തിച്ചത്. കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പാകിസ്ഥാന്റെ ഉള്ളിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് അവിടെ നശിപ്പിച്ച് ഭീകരവാദികളെ മാത്രം കൊന്നു. ഒരു സിവിലിയനും പരിക്ക് പറ്റിയിട്ടില്ല. ഒരു പാക് പൗരന്മാർക്കും പരിക്ക് പറ്റിയിട്ടില്ല. നാം കൊലപ്പെടുത്തിയത് പാക് ഭീകരവാദികളെ മാത്രമാണ്. നാം തകർത്തത് പാക് ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ്. പാകിസ്ഥാനിലെ ഏതെങ്കിലും ആശുപത്രി നാം തകർത്തിട്ടില്ല. പാകിസ്ഥാനിലെ ഏതെങ്കിലും സർക്കാർ കെട്ടിടങ്ങൾ നാം തകർത്തിട്ടില്ല. പാകിസ്ഥാനിലെ ഏതെങ്കിലും വിദ്യാലയങ്ങൾ നാം തകർത്തിട്ടില്ല. നാം തകർത്തത് പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകൾ മാത്രമാണ്. നാം കൊലപ്പെടുത്തിയത് പാകിസ്ഥാനിലെ ഭീകരവാദികളെ മാത്രമാണ്. അതുകൊണ്ടാണ് ലോകം അത്ഭുതത്തോടു കൂടി ചോദിച്ചത്, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു സിവിലിയന് മാത്രം ഒരു പരിക്കുമില്ലാതെ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് ഇത്ര കൃത്യമായി മിലിറ്ററി ഓപ്പറേഷൻ നടത്താൻ സാധിക്കുക? ലോകത്തിൽ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിലൊന്നും തന്നെ ഇങ്ങനെ കൃത്യമായി ശത്രുവിനെ നിഗ്രഹിച്ചുകൊണ്ട് ഉള്ള ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ല. ഇപ്പോ റഷ്യൻ യുക്രൈൻ യുദ്ധമുണ്ട്, എത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്? ഇറാൻ ഇറാഖ് യുദ്ധമുണ്ടായി, എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു? പാലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു, എത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്? ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഇറാനെതിരായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. ഇറാൻ തിരിച്ചും ആക്രമിച്ചത്, എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു? കാരണം യുദ്ധമുണ്ടാകുമ്പോൾ നിരപരാധികളും കൊല്ലപ്പെടും, സ്വാഭാവികമാണ്. പക്ഷെ ഇപ്രാവശ്യം നാം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരു നിരപരാധിയായ പാകിസ്ഥാൻ പൗരനെയും നാം കൊലപ്പെടുത്തി. അതുകൊണ്ടാണ് ലോകത്തിന് അത്ഭുതകരമായത്, ഒരു സിവിലിയന്മാർക്ക് പോലും പരിക്കില്ലാതെ ഒരു ഓപ്പറേഷൻ ഇത്ര വിജയകരമായി പൂർത്തിയാക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചതിനോടുകൂടി ലോകം രാജ്യത്തിന്റെ സൈനിക ശക്തിയെയും സൈനിക ബുദ്ധിയെയും അംഗീകരിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും അതിന് വലിയ ആവേശത്തോടു കൂടി അതിനെ സ്വീകരിച്ചു. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ചവരോട് അതേ പേര് ചൊല്ലിക്കൊണ്ട് നാം മറുപടി കൊടുത്തു. ലോകത്തിന് മുമ്പിൽ നമ്മുടെ സഹോദരിമാരായ സൈനിക മേധാവികൾ ഈ കാര്യം വിളിച്ചു പറഞ്ഞു. ഒരു പുതിയ അനുഭവമായിരുന്നു ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക്. അപ്പോൾ രാജ്യത്തിലെ ജനങ്ങൾ, നമ്മുടെ നാട്ടുകാർ, ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ പോലും ഇതിനെല്ലാം ഒരു ആത്മവിശ്വാസത്തോടും സ്വീകരിച്ചപ്പോൾ രാജ്യത്തിലെ കോൺഗ്രസിന്റെയും CPM നേതൃത്വം സ്വീകരിച്ച സമീപനം എന്താണ്? അവർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചർച്ച നടന്നപ്പോൾ ഒരു കോൺഗ്രസ് MP എഴുന്നേറ്റ് പറയുകയാണ്, സിന്ദൂർ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു നാടകമാണ്, ഒന്നും നടന്നിട്ടില്ല. അത് കേട്ടിട്ട് കുറെ കോൺഗ്രസ്സുകാർ കൈയടിക്കുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാൻ സാധിക്കുന്നത്? ഇതിനോട് യോജിപ്പില്ലാത്ത ധാരാളം കോൺഗ്രസ്സുകാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. രാഹുൽ ഗാന്ധിയും നേതാക്കന്മാരും പാർലമെന്റിൽ കാണിക്കുന്ന ഈ വൃത്തികേടുകളോടൊന്നും യോജിപ്പില്ലാതെ ഈ മനുഷ്യരെ ചുമക്കേണ്ടി വരുന്നല്ലോ എന്ന് രഹസ്യമായെങ്കിലും പറയുന്ന ധാരാളം കോൺഗ്രസ്സുകാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ നേതൃത്വത്തിന്റെ വഴിപിടിച്ച പോക്കെതിരായിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ വഴിപിടിച്ച പോക്കെതിരായിട്ടുള്ള അമർഷമുള്ള കോൺഗ്രസ്സുകാർക്ക് ഒന്നും പ്രതികരിക്കാൻ സാധിക്കാതെ നമ്മുടെ നാട്ടിലെമ്പാടും. പക്ഷെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന സമീപനം മോഡി വിരോധത്തിന്റെ പേരിൽ ഇത്തരത്തിൽ
രാജ്യത്തിന്റെ പൊതു താല്പര്യത്തെ ഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതിനെതിരായിട്ടുള്ള ജനവികാരം ഫലപ്രദമായിട്ട് ഉയരുമ്പോൾ അവർ BJP ആണ് നോക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകത്തെമ്പാടുമുള്ള ഭാരതീയർ നരേന്ദ്രമോദി സർക്കാരിന്റെ പുറകിൽ അണിനിരക്കുകയാണ്. ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനത, അവർക്കെല്ലാവർക്കും ഒരു ആത്മവിശ്വാസമുണ്ട്. ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് അവർക്ക് ഇനി വേവലാതിയില്ല. ഒരു ശത്രു രാജ്യത്തിന് മുമ്പിൽ ഈ രാജ്യം മുട്ടുമടക്കാൻ വേണ്ടി പോകുന്നില്ല, അടിയറവ് പറയാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പുറകിൽ അണിനിരക്കുന്നത്. അതുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ക്ഷീണമുണ്ടായപ്പോൾ നരേന്ദ്രമോദിയുടെ കാലഘട്ടം കഴിഞ്ഞു എന്ന് ആർത്തട്ടഹസിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും മറുപടി കൊടുത്തുകൊണ്ട് നാം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പിൽ തൂത്തുവായിരിക്കും. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. രാജ്യത്തെമ്പാടും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ജനവികാരമുണ്ട്. ഈ ജനവികാരം ഓരോ ഗ്രാമത്തിലും ഓരോ പ്രദേശത്തുമുണ്ട്. അത് ഈ മോദി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരുപാട് പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. ആ പദ്ധതികളുടെ എല്ലാം പ്രയോജനം നമ്മുടെ പ്രദേശത്തുമുണ്ട്. ഈ 15-ാം വാർഡിൽ നിങ്ങൾ ചുറ്റുപാട് നോക്ക്. ഈ വാർഡിൽ നരേന്ദ്രമോദിയുടെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഗുണഫലം കിട്ടിയിട്ടുള്ള എത്ര ആളുകളുണ്ട്? ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഈ സർക്കാരിന്റെ ഗുണം കിട്ടാത്തവരായിട്ടുണ്ടാവില്ല. നിങ്ങൾ ഓരോ വീടും പരിശോധിച്ച് നോക്കൂ. നാം ഒരു വീട്ടിൽ പോകുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് വീടാകട്ടെ, കോൺഗ്രസ് വീടാകട്ടെ, ഏത് പാർട്ടിയുമാകട്ടെ, ഒന്നുകിൽ അവിടെ സൗജന്യമായി അരി കിട്ടുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജനൌഷധിയിൽ നിന്ന് മരുന്ന് മേടിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോയി കൂലി വർധനവ് അനുഭവിച്ചവരുണ്ടാകും, അതുമല്ലെങ്കിൽ സുകന്യാ സമൃദ്ധി യോജനയിൽ ചേർന്നിട്ടുള്ള കുട്ടികളുണ്ടാകും, അതുമല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് കിട്ടിയവരുണ്ടാകാം. ഇനി അതല്ല എങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും ഇൻഷുറൻസ് പദ്ധതികൾ ഗുണഭോക്താക്കളായിട്ടുള്ളവരുണ്ടാകാം. ഇതല്ലെങ്കിൽ 6000 രൂപ ഗർഭിണികൾക്ക് നൽകുന്ന ആനുകൂല്യമായ 6000 രൂപ കിട്ടിയവർ ഉണ്ടാകാം. അതുമല്ലെങ്കിൽ 6000 രൂപ കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം കിട്ടിയിട്ടുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുള്ളവരുണ്ടാകാം. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഗുണം കിട്ടാത്ത ഒരാൾ പോലും നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവില്ല. ഒരു വീട്ടിൽ പോയാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയുടെ ഒരു ഗുണഭോക്താവിനെയെങ്കിലും കാണാതെ നിങ്ങൾക്ക് തിരിച്ചു പോരാൻ സാധിക്കില്ല. അതാണ് സർക്കാർ കഴിഞ്ഞ 11 വർഷമായി ചെയ്തിട്ടുള്ളത്. ആ ഗുണഭോക്താക്കളാണ് രാജ്യം മുഴുവനും നരേന്ദ്രമോദിയെ ജയിപ്പിച്ചിട്ടുള്ളത്. 15-ാം വാർഡിൽ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഈ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഫലം സിദ്ധിച്ചിട്ടുള്ള, ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം, കോൺഗ്രസുകാരായിരിക്കാം, മറ്റേതെങ്കിലും പാർട്ടിക്കാരായിരിക്കാം, പക്ഷേ 11 കൊല്ലക്കാലം നരേന്ദ്രമോദി രാജ്യം ഭരിച്ചപ്പോ ആ സർക്കാരിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനത്തിന്റെ ഗുണഫലം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ, അവരാണ് നമുക്ക് വോട്ട് ചെയ്യേണ്ടത്. 1000 വോട്ടുണ്ടെങ്കിൽ ഈ വാർഡിൽ എത്ര വോട്ടുണ്ട്? 1180. 1180 വോട്ടുണ്ടെങ്കിൽ അതിലൊരു 800 പേർക്കെങ്കിലും നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ പ്രയോജനം കിട്ടിയിട്ടുള്ളവരാണ്. സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഗുണം കിട്ടിയിട്ടുള്ളവരാണ്. അവരെയാണ് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത്. അവരാർക്ക് വോട്ട് ചെയ്യണം? അവർ LDF-നും UDF-നും വോട്ട് ചെയ്തിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? 9 കൊല്ലകാലമായല്ലോ ഈ സംസ്ഥാനം LDF ഭരിക്കുന്നു. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചോ? ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചോ? ഇപ്പൊ നാട്ടിലെമ്പാടും റോഡുകൾ നന്നാവുന്നുണ്ട്. ആരുടെ പണമാണ്? ദേശീയപാതയാണെങ്കിൽ കേന്ദ്രം നേരിട്ട് പണം ചെലവഴിക്കുകയാണ്. ഏത് ഗ്രാമീണ റോഡുകളാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണമാണ്. സംസ്ഥാന സർക്കാർ PWD മുഖാന്തരം നടത്തേണ്ട എത്ര റോഡുകളാണ് കേരളത്തിൽ പുതുക്കിപ്പെടുത്തിയിട്ടുള്ളത്? എത്ര റോഡുകളാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുള്ളത്? ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവദിക്കപ്പെട്ട പണം ചെലവഴിക്കപ്പെടുന്നുണ്ടോ? ജലജീവൻ മിഷൻ ഈ രാജ്യത്ത് മുഴുവൻ പൂർത്തിയായി, കേരളത്തിൽ പൂർത്തിയാകുന്നില്ല. കാരണം എന്താ? സംസ്ഥാന സർക്കാർ പണം കൊടുക്കുന്നില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന രാജ്യത്തെമ്പാടുമുണ്ട്, കേരളത്തിൽ കഴിഞ്ഞ 1 കൊല്ലമായി മുടങ്ങിക്കിടക്കുന്നു. കാരണം എന്താണ്? സംസ്ഥാന സർക്കാർ പണം കൊടുക്കുന്നില്ല.
കേരളത്തിലെ ആരോഗ്യ രംഗത്തേക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്നില്ല. നാട്ടിൽ ഈ LDFന്റെ ഭരണത്തിന് കീഴിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പിന്നെ എന്തിനാണ് LDFന് ആളുകൾ വോട്ട് ചെയ്യുന്നത്? എന്തിനാണ് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വീണ്ടും അധികാരത്തിലെത്തുന്നത്? അതുകൊണ്ടാണ് നമുക്ക് ചോദിക്കുന്നത്, ഒരു പുതിയ രാഷ്ട്രീയം, വികസനത്തിന്റെ രാഷ്ട്രീയം നമ്മൾ മുമ്പോട്ട് വെക്കുകയാണ്. നമ്മുടെ വാർഡിൽ വികസനം ഉണ്ടാവണം. നമ്മുടെ വാർഡിൽ, നമ്മുടെ പഞ്ചായത്തിൽ, ഈ പടിയൂർ പഞ്ചായത്ത് LDF അല്ലേ ഭരിക്കുന്നത്? എത്ര വർഷം LDF ഭരിക്കുന്നു? 9 വർഷം, 50 വർഷം, അരനൂറ്റാണ്ട് കാലം ഒരു മുന്നണി ഭരിക്കുകയാണ്. 11 വർഷം ഈ രാജ്യം ഭരിക്കാൻ നമുക്ക് അവസരം കിട്ടിയപ്പോൾ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ നാം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ നാം കേരളത്തിൽ വളരെ വിരലിടാവുന്ന പഞ്ചായത്തുകളെ ഭരിക്കുന്നു. ആ പഞ്ചായത്തുകൾ ഇപ്രാവശ്യം ഇന്ത്യയിൽ ഏറ്റവും നല്ല പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാർ അവാർഡ് ഏർപ്പെടുത്തി. ആ അവാർഡ് കിട്ടിയിട്ടുള്ള ആളുകൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ഡൽഹിയിലെ സ്വാതന്ത്ര്യ പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. CPM ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 കൊല്ലക്കാലമായി നമുക്ക് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റല്ല തിരഞ്ഞെടുത്തത്, സംസ്ഥാന ഗവൺമെന്റ് ശുപാർശ ചെയ്താണ്. അതിൽ കേരളത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുള്ള 10 പഞ്ചായത്തുകൾ എടുത്തപ്പോൾ ആ 10 പഞ്ചായത്തിൽ BJP ഭരിക്കുന്ന 2 പഞ്ചായത്തുകളുണ്ട്. അതിൽ ഒന്നാം നിലയിലുള്ളത് പത്തനംതിട്ടയിലെ കവിയൂർ പഞ്ചായത്ത്. 5 കൊല്ലമായി നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്ത്. 5 കൊല്ലമേ ആയിട്ടുള്ളൂ. 5 വർഷക്കാലം നമുക്ക് അവസരമുണ്ടായപ്പോൾ ഈ കേരളത്തിൽ തന്നെ 1-ാം നമ്പർ പഞ്ചായത്തായി നമുക്ക് മാറ്റാൻ സാധിച്ചു. കഴിഞ്ഞ 25 കൊല്ലമായി കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്ത് ആ ജില്ലയിലെ 1-ാമത്തെ പഞ്ചായത്താണ്. 50 കൊല്ലമായി നാം ഭരിക്കുകയാണ് പഞ്ചായത്ത്. 50 കൊല്ലം നാം ഭരിക്കുന്ന പഞ്ചായത്ത് ആ ജില്ലയിലെ തന്നെ 1-ാമത്തെ പഞ്ചായത്താണ്. 50 കൊല്ലം CPM ഭരിക്കുന്ന നിങ്ങളുടെ പഞ്ചായത്ത് ഈ ജില്ലയിലെ ഏറ്റവും ഒടുവിലത്തെ പഞ്ചായത്തായി മാറുന്നു. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം ആളുകളോട് പറയാൻ വേണ്ടി സാധിക്കണം. വോട്ട് എന്തിനാ ചെയ്യുന്നത്? വോട്ട് ചെയ്യേണ്ടത് മാറ്റത്തിന് വേണ്ടിയാണ്. രാജ്യത്ത് മുഴുവൻ നരേന്ദ്രമോദി മാറ്റമുണ്ടാക്കിയതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. കുടിക്കാൻ കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം എത്തിക്കണം. നല്ല റോഡുകൾ ഉണ്ടാക്കണം. നല്ല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാകണം. നല്ല വിദ്യാലയങ്ങൾ ഉണ്ടാകണം. പ്രത്യേകിച്ചും വിദ്യാലയങ്ങളുടെയൊക്കെ നിയന്ത്രണം ഗ്രാമപഞ്ചായത്തുകളുടെ കയ്യിൽ വരാൻ വേണ്ടി പോവുകയാണ്. കീറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കണം. പുതിയ സംരംഭങ്ങൾ ഓരോ പഞ്ചായത്തിലും ഉണ്ടാവണം. സ്റ്റാർട്ടപ്പുകൾ ഓരോ പഞ്ചായത്തിലും ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം മുഴുവനും തന്നെ ഓരോ പഞ്ചായത്തിലും വിനിയോഗം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതെല്ലാം സാധിക്കണമെങ്കിൽ LDFനും UDFനും വോട്ട് ചെയ്തിട്ട് പ്രയോജനമില്ല എന്ന് ജനങ്ങൾക്ക് ഇപ്പൊ ബോധ്യമുണ്ട്. അതൊന്നും കൂടി ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ 100 ദിവസമുണ്ട്. ഈ 100 ദിവസം ഈ 15-ാം വാർഡിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ നമുക്ക് സാധിക്കണം. 1160 വോട്ടാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അതല്ലേ പറഞ്ഞത്? 1150 വോട്ട്. 1150 വോട്ടിൽ എത്ര വോട്ട് പൊളിയും? ശരാശരി 900. ഓട്ടെ, 1000 വോട്ട് പൊളിയുന്ന കൂട്ടം. കാരണം നമ്മളെ കൂടി പരിശ്രമം ഉണ്ടാവും. 1000 വോട്ട് പൊളിയാൽ നിങ്ങൾ എത്ര പിടിക്കും? 600. ഓക്കെയാണോ? 600 മതിയോ? പിന്നെ അതാൾക്ക് പിന്നെ മാറ്റി വെക്കുന്നവന് അല്ല, പിടിക്കുന്ന കൊണ്ട് പറ. ഇത് വാർഡ് സമ്മേളനമാണ്. ഇവിടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് തീരുമാനം. 600 600, 700 700, അത് തീരുമാനമാണ്. 600 600 വോട്ട് പിടിക്കും. വാർഡ് സമ്മേളനം തീരുമാനിച്ച തീരുമാനമാവണം. പിന്നെ ആ തീരുമാനത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പൊ എത്ര വോട്ടാണോ? നാളെ CPM കോൺഗ്രസും ഒരുമിച്ച് നിന്നിരിക്കട്ടെ. 15-ാം വാർഡിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി CPM കോൺഗ്രസും ഒരുമിച്ച് നിന്നു. എന്നാലും നമ്മൾ ജയിക്കണം. ആ വോട്ട് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
അത്ഭുതകരമായിട്ടൊന്നുമില്ല. നാം പരിശ്രമിച്ചാൽ, നാം ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ CPM-നും സാധിക്കില്ല, കോൺഗ്രസിനും സാധിക്കില്ല. നമ്മളെ തെളിയിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നാം 10,000 വോട്ടിലേറെ ലീഡാണ്. നാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ ലീഡ് ചെയ്യേണ്ട മണ്ഡലങ്ങൾ ഇരിങ്ങാലക്കുട ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇരിങ്ങാലക്കുടയിലെ നമ്മുടെ അന്നത്തെ പല നേതാക്കന്മാർക്കും സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കൈവശമുള്ള വോട്ട് എത്രയാ, ലഭിക്കേണ്ട വോട്ട് എത്രയാ, വലിയ വ്യത്യാസമുണ്ട്. കഴിയുമെന്ന് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പാർലമെന്റ് ജയിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചപ്പോ വിശ്വാസം ഉണ്ടായില്ല. പക്ഷെ ജയിക്കണം എന്ന് തീരുമാനിച്ചപ്പോ നമ്മുടെ ആളുകളെല്ലാവർക്കും ഒരു വാശി ഉണ്ടായപ്പോ ആ വാശി ജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും. അതുകൊണ്ട് നിങ്ങൾക്കൊരു വാശി ഉണ്ടാകണം. ഈ 15-ാം വാർഡ് ജയിക്കണം, നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കണം. ആ വാശി ഉണ്ടെങ്കിൽ ഈ വാർഡിലെ ജനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു പുതിയ വാർഡ് ഉണ്ടാകണമെങ്കിൽ, ഒരു പുതിയ വികസനം ഉണ്ടാകണമെങ്കിൽ BJP ജയിപ്പിക്കണമെന്ന് അവരോട് പറഞ്ഞ് അവരെ വിശ്വാസം നേടിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം ഒരു കാര്യം തീരുമാനിച്ചാൽ അത്ഭുതകരമായി ഒന്നുമില്ല. ഇപ്പൊ 2014 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2014 നമ്മുടെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ നാഷണൽ കൗൺസിൽ സമ്മേളനം, അതിലാണ് ഒഫീഷ്യലായിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അന്ന് വരെ എല്ലാവരുടെയും മനസ്സിൽ NDA മുന്നണി രാജ്യം ഭരിക്കുക, BJP ഏറ്റവും വലിയ ഒറ്റ പാർട്ടി ആവുക, ഒരു 200 സീറ്റ് അല്ലെങ്കിൽ ഒരു 150, 190 സീറ്റൊക്കെ നേടി ഏറ്റവും വലിയ ഒറ്റ പാർട്ടി ഉണ്ടാക്കി NDA മുന്നണി രാജ്യം ഭരിക്കുക, ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷെ നരേന്ദ്രമോദിയുടെ പ്രസംഗം ആരംഭിച്ചു തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് 270+ സീറ്റ് BJPക്ക് മാത്രം കിട്ടണം. അത് പറഞ്ഞപ്പോ ആളുകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതൊരു അതിരുകടന്ന അവകാശവാദം, 270 എങ്ങനെ കിട്ടാൻ സാധ്യതയില്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷെ നരേന്ദ്രമോദി ആ പ്രസംഗത്തിലുടനീളം 270 സീറ്റ് കിട്ടണമെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോ അത് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർക്കുള്ള ഒരു കോൺഫിഡൻസ്, വാശി കൊണ്ട്, ആ വാശി കൊണ്ടാണ് ജയിച്ചത്. അതുകൊണ്ട് 600 വോട്ട് ഈ വാർഡിൽ പിടിക്കണമെന്നുള്ള ഒരു വാശി നിങ്ങൾക്കുണ്ടായാൽ ഓരോ പ്രവർത്തകന്റെയും മനസ്സിൽ വാശി ഉണ്ടാകും. നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത് ഞാൻ 5 വോട്ട് കൂടുതൽ പിടിക്കും, ഞാൻ 10 വോട്ട് കൂടുതൽ പിടിക്കും. എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, അവരെല്ലാവരെയും ഈ പ്രാവശ്യം BJP കൂട്ടി ചെയ്യും. അവരിന്നലെ CPM-കാരായിരിക്കും, ഇന്ന് കോൺഗ്രസ്സുകാരായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം ഈ വാർഡിൽ അവരെല്ലാ കൊണ്ടും BJPക്ക് വോട്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഓരോ വാർഡും ജയിച്ചാൽ നമുക്ക് ഈ പഞ്ചായത്തിൽ ഒരു BJPയുടെ ഭരണസമിതിയെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഒരു പുതിയ രാഷ്ട്രീയം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഈ വാർഡ് സമ്മേളനം അതിനു വേണ്ടി ആത്മവിശ്വാസമായിരിക്കും. ഇത് നിങ്ങൾ ഒരു 100 ദിവസക്കാലത്തെ പ്രതിജ്ഞയാണ് പൂർത്തീകരിക്കുന്നത്. ഇനിയിപ്പോ ആഗസ്റ്റ് മാസം 10, നവംബർ 10 എന്നുള്ള ഡേറ്റ് നിങ്ങൾ വെക്കുക. നവംബർ 10, 15 ഇറക്കിയായിരിക്കും മിക്കവാറും തെരഞ്ഞെടുപ്പ്. നവംബർ മാസം അല്ലെങ്കിൽ അവസാനത്തെ ആഴ്ച. അപ്പൊ ഒരു 100 ദിവസം, ഈ 100 ദിവസക്കാലം കൊണ്ട് ഈ വാർഡിൽ എല്ലാ വിഭാഗം ആളുകളെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിന് BJP ജയിപ്പിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം. സ്ഥാനാർത്ഥി ആരുമാവട്ടെ, ആരായാലും നമുക്ക് കുഴപ്പമില്ല, താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി BJP NDA ജയിപ്പിക്കുമെന്നുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ വാർഡ് സമ്മേളനത്തിന് തീരുമാനമായി നിങ്ങൾ എടുക്കേണ്ടത്. ആ തീരുമാനമെടുത്ത് പോയാൽ പോരാ, തീരുമാനമെടുത്ത് ഫലപ്രാപ്തിയിലെത്തണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ഈ കൂടിയിരിക്കുന്ന ഇത്രയും സഹപ്രവർത്തകന്മാർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കും. അതിനുപോലുള്ള പരിശ്രമം ഈ വാർഡ് സമ്മേളനത്തിൽ ഒരു തീരുമാനമായിട്ട് നിങ്ങൾ എടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.